നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ വലിയ അട്ടിമറിക്കുള്ള നീക്കമാണ് നടക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. പാകിസ്ഥാനിൽ ഭരണം കൈയാളുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലേക്ക് സൈനിക മേധാവി അസിം മുനീർ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് സൈനിക അട്ടിമറിക്ക് കളമൊരുങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് ശക്തമാകുന്നത്. രാജ്യത്തെ നിലവിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായെന്നും പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പാക് ആഭ്യന്തര മന്ത്രി മൊഹസിൻ നഖ്വി പരസ്യമായി പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് നയതന്ത്ര കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ഈ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുന്നത്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും വക്താവുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മൊഹസിൻ നഖ്വി. മാധ്യമ പ്രവർത്തകനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും നിലവിൽ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന നഖ്വി ഷഹബാസ് ഷെരീഫ് മന്ത്രിസഭയിലെ ശക്തനായ അംഗം കൂടിയാണ്. ഒരു പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഈ തുറന്നു പറച്ചിൽ യാദൃശ്ചികമല്ലെന്നും സിവിലിയൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് കാട്ടി സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ മുന്നോടിയാണ് എന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ സമയത്ത് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയും പാകിസ്ഥാനിൽ വേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുഴുവനും, രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ ജോലിയെടുക്കുന്നവർ എല്ലാവരും തന്നെ പാകിസ്ഥാന്റെ പ്രത്യേകിച്ച് റാവൽപിണ്ടിയിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ട സമയം. കാരണം പട്ടാള അട്ടിമറി നടന്ന് സൈന്യം ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അസിം മുനീർ തന്നെയാണ് സർവാധിപനാകാൻ പോകുന്നത്. ഭരണകൂടത്തെ ചവിട്ടി പുറത്താക്കി അധികാരം തന്റെ കൈകളിലേക്ക് എത്തണം എന്നുള്ള എക്കാലത്തെയും ആഗ്രഹവും കൊണ്ട് നടക്കുന്ന ഒരാളാണ് അസിം മുനീർ. അയാൾക്ക് അധികാരം കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നല്ലേ? അയാൾ അധികാരം പിടിച്ചെടുക്കാൻ ഈ വെമ്പൽ കൊള്ളുന്നത് ഇന്ത്യയെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിനാണ്. ഇപ്പോൾ ഭരണകൂടം ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കണമെങ്കിൽ അസിം മുനീറിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരണം. അതായത് എല്ലാ അധികാരവും അയാളിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് അയാൾ ഇങ്ങനെ നിശബ്ദമായി കാത്തിരിക്കുന്നത്. ഇതിനു മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടിരുന്നു സൈനിക അട്ടിമറിക്ക് പാകിസ്ഥാനിൽ നീക്കം നടക്കുന്നു എന്ന്. ഇത് കുറച്ചധികം വർഷങ്ങളായി, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പട്ടാള മേധാവിയായി അസിം മുനീർ ചാർജ് എടുത്തതിന് ശേഷം സൈനിക അട്ടിമറിക്കുള്ള എല്ലാ നീക്കത്തിനും കളമൊരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അസിം മുനീറിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. താൻ അധികാരത്തിലിരിക്കുമ്പോൾ, താൻ സൈന്യത്തിന്റെ സർവാധിപനായി ഇരിക്കുമ്പോൾ കശ്മീർ പിടിച്ചെടുക്കണം. അതിനെന്ത് നെറികെട്ട കളിയും അയാൾ കളിക്കും. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളെ എല്ലാം വളർത്തി അവർക്ക് വേണ്ടിയ എല്ലാ സൗകര്യങ്ങളും ഫണ്ടിങ്ങും നടത്തുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഒത്താശയോടെയാണ്. ISI എന്ന പാകിസ്ഥാന്റെ ചാര സംഘടന തീവ്രവാദം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അസിം മുനീർ അധികാരം ഏറ്റെടുത്താൽ, അസിം മുനീർ പാകിസ്ഥാന്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇന്ത്യക്ക് നേരെയുള്ള ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അസിം മുനീറിനെ തീർക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പാകിസ്ഥാനിൽ പലയിടത്തായിട്ട് അജ്ഞാതർ ഇറങ്ങി ഭീകര കൂട്ടത്തെ എല്ലാം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തീർക്കേണ്ടത് തലയാണെന്ന് ഇപ്പോൾ വലിയ ആവശ്യം ഉയരുന്നു. റാവൽപിണ്ടിയിൽ കയറി അസിം മുനീറിന്റെ തല ചിതറിക്കണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ആവശ്യം. എന്തായാലും പാകിസ്ഥാനിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഡോൺ പത്രത്തിന്റെ കോളമിസ്റ്റും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ യൂസഫ് നാസർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നഖ്വിയുടെ വാക്കുകൾ സൈനിക മേധാവി അസിം മുനീറിന്റെ ഉള്ളിലിരിപ്പാണ് വെളിപ്പെടുത്തുന്നത്. നിലവിലെ ഭരണവ്യവസ്ഥ തകർന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ മുനീറിനാകില്ല. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെങ്കിലും വിദേശ നയം, ആഭ്യന്തര സുരക്ഷ, ജനസംഖ്യാ നിയന്ത്രണം, ആണവ കമാൻഡ്, ഭരണപരമായ മറ്റു തീരുമാനങ്ങൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കുന്നത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്ന് അസിം മുനീറാണ്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ പാക് പ്രധാനമന്ത്രിക്കൊപ്പം മുനീറിന്റെ സാന്നിധ്യം ഉണ്ടായതോടെ തന്നെ ഭരണത്തിൽ പാക് സൈന്യം പൂർണ്ണമായി പിടിമുറുക്കി കഴിഞ്ഞു എന്ന് വ്യക്തമായി. നിലവിലെ ഹൈബ്രിഡ് ഭരണക്രമം മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ സൈന്യം പദ്ധതിയിടുന്നതായി മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനും യൂട്യൂബറുമായ ആദിൽ രാജ അവകാശപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞുള്ള പുതിയ ക്രമീകരണമനുസരിച്ച്
അസിം മുനീർ പ്രസിഡന്റും മൊഹസിൻ നഖ്വി പ്രധാനമന്ത്രിയുമായി മാറിയേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കടുത്ത സാമ്പത്തിക തകർച്ച, ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺഖയിലും പടരുന്ന സായുധ കലാപങ്ങളും വിമത നീക്കങ്ങളും, പാക് അധീന കശ്മീരിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ, രൂക്ഷമായ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള സൈനിക ഭരണം ഏർപ്പെടുത്താൻ സൈന്യത്തിനു മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് വിരമിച്ച ഇന്ത്യൻ ആർമി മേജർ ജനറൽ CM സേത്തും വിലയിരുത്തുന്നു. 1947 സ്വാതന്ത്ര്യം നേടിയ ശേഷം 1958, 1969, 1977, 1999 എന്നീ വർഷങ്ങളിലായി 4 തവണയാണ് പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി നടന്നിട്ടുള്ളത്. ജനാധിപത്യ സർക്കാരുകളെ നിയന്ത്രിച്ച് സൈന്യം പിന്നിൽ നിന്ന് ഭരിക്കുന്ന രീതിയും അവിടെ സാധാരണമാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിനും പുറത്താക്കലിനും ശേഷം അസിം മുനീർ പാക് ഭരണത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ പാകിസ്ഥാനെ 5ാമതൊരു സൈനിക അട്ടിമറിയിലേക്കാണോ നയിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇവിടെ അസിം മുനീറാണ് എല്ലായിടത്തും മെയിനായിട്ട് നിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയപ്പോഴൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയല്ല, അവിടെ തലപ്പൊക്കത്തിൽ നിൽക്കാൻ ശ്രമിച്ചത് അസിം മുനീർ ആയിരുന്നു. ഇതൊക്കെ ലോകത്തിന് ഒരു മുന്നറിയിപ്പാണ്. അതായത് ഞങ്ങൾ ഭരണം പിടിക്കാൻ പോകുന്നു എന്നുള്ള പാക് പട്ടാള മേധാവിയുടെ ഒരു മുന്നറിയിപ്പാണ്. എന്നാൽ പാകിസ്ഥാനിൽ പട്ടാള ഭരണം വന്നാൽ ഭയക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. കാരണം ഇന്ത്യക്ക് നേരെ എന്ത് ചതിപ്രയോഗവും പാകിസ്ഥാനിൽ നിന്ന് ഇനി ഉണ്ടാകും. അങ്ങനെ ഒരു പട്ടാള അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അസിം മുനീറിന്റെ നീക്കങ്ങളെ ഭയക്കുക തന്നെ ചെയ്യണം. അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കശ്മീർ പിടിച്ചെടുക്കുക, പാകിസ്ഥാനോട് ചേർക്കുക. അതിനുവേണ്ടി ഇന്ത്യയെ മുച്ചൂടും തകർക്കുന്നതിന് എന്ത് ഹീന പ്രവൃത്തിയും അസിം മുനീറിൽ നിന്നുണ്ടാകും. അസിം മുനീറിന് തീവ്രവാദ ഗ്രൂപ്പുകളുടെ എല്ലാം പൂർണ്ണ പിന്തുണയുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് അസിം മുനീറാണ്. തീർക്കേണ്ടത് അസിം മുനീറിനെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.